കണ്ണീരും ബില്ലീലും കണ്ണീരും മറിമായം. രാഘവട്ടാ എന്തല്ല എന്താണ് പാരസെറ്റമോളിന്റെ ഇവിടെ പാരസെറ്റമോൾ മെഡിക്കൽ ഷോപ്പിലുണ്ടാവില്ലേ? ജലൂസിലുണ്ടോ? ജലീസിനുണ്ട്. എന്തേ നിനക്കെന്ന് വേണ്ടേ? അല്ല ഒരു മെഡിക്കൽ ഷോപ്പാകുമ്പോ ഇതെല്ലാം വേണ്ടേ? അത് ചെക്ക് ചെയ്യാനോ നീ? അല്ലല്ല, എന്താന്ന് പറ. നിങ്ങൾ അന്നൊന്ന് ചെറുപ്പാന്നല്ലേ? നിങ്ങള് ഭയങ്കര ക്ലാവറായി പോ. നീ ഇതെല്ലാം പറയാനാ വന്നേ? എന്താ എനിക്ക് ആവശ്യം പറ. തീപ്പെട്ടി ഉണ്ടാ മെഡിക്കൽ ഷോപ്പിലാ? ഞാനേ ഭ്രാന്തനാ. സിഗരറ്റ് കത്തിക്കാൻ എടുക്കാൻ മറന്നുപോയി. തീപ്പെട്ടി വലിക്കണ്ട. നിങ്ങൾ ഈ ചന്ദനത്തിരി കത്തിക്കാൻ വെച്ചിട്ടുണ്ടാലും ഒന്ന് നോക്കും. ഇത്തിരി മുട്ടി പോയല്ലേ? അമ്മ എന്റെ വലി നിക്കണ്ടെന്നാ വിളക്ക് കത്തിക്കണ്ട. ആ ഒരു തീപ്പെട്ടി മേടിക്കാൻ പറഞ്ഞത് എത്ര സമയമായി? നീ എന്താ തീപ്പെട്ടി ഉണ്ടാക്കാൻ പോയാണ്? എന്റെ മന്മതാട്ട മെഡിക്കൽ ഷോപ്പിലെ തീപ്പെട്ടി അവസാനം രാഘവേട്ടന്റെ കയ്യും കാലും പിടിച്ചിട്ട് ചന്ദനത്തിരി കത്തിക്കുന്ന തീപ്പെട്ടിയായത്. എടാ നിന്നോട് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കാനല്ലേ പറഞ്ഞേ? അതിന് പൈസ വേണ്ടേ? ₹1 എടുത്തിട്ട് തീപ്പെട്ടി മേടിക്കാൻ നിന്നില്ല കാശ്? 500 നോട്ടാണ് കയ്യിൽ. കള്ളണ്ടാ കൂടുതൽ. നിങ്ങൾ അമ്മ ടീച്ചറെ പെൻഷൻ വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ അടിപൊളിയായി നടക്കുന്നുണ്ട്. എന്റെ പോലെ എല്ലാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല. ഇത് ഒരുപാട് നീ കഥ പറയണ്ട കേട്ടോ. എന്താടി? അല്ലല്ല, ഞാൻ നമ്മുടെ അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലല്ല, ഞാനിങ്ങോട്ട് ടൗണിലേക്ക് വന്നു. എത്ര നേരമായി പോയിട്ട്? ഇവിടെ രാഘവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ മെഡിക്കൽ സ്റ്റോറിന്റെ അവിടേക്ക് വന്നിരിക്ക. അതെ, ഇവിടെ ഇത്തിരി വിലക്കുറവുണ്ട് ഗുളികയൊക്കെ. അപ്പൊ ഗ്യാസിന്റെ ഗുളിക നമ്മുടെ അവിടെ 2.50 മേടിക്കുക. ഇവിടെ ₹2 ഉള്ളൂ. 10 മേടിച്ച ₹5 ലാഭമായില്ലേ? നടന്നു ഞാൻ അവിടുന്ന്. പിന്നെ ഓട്ടോ വിളിച്ച് വരികയാണെങ്കിൽ എന്നാ പിന്നെ ഗുളിക അവിടുന്നാണ്ട് മേടിച്ചാ പോരെ? ₹5 ലാഭം കിട്ടാൻ നിൽക്കുമ്പോ വണ്ടി വിളിച്ചിട്ടാ വരിക. ശരി, വേഗം വരണേ. ഞാൻ വേഗം വരില്ല. ഞാൻ ഈ ഗുളിക മേടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നിട്ട് വരാം കേട്ടോ. വെക്ക്. അതെ, ഒരു 15 ദിവസത്തിനുള്ള ഗുളിക എടുത്തോളൂ. ഈ സ്കൂളുണ്ടല്ല, ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഈ സ്കൂളാ? ഇതെന്റെ 5ാമത്തെ സ്കൂളാണ്. ആദ്യം അമ്മക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സ്കൂളിലല്ല എന്നെ കൂടെ ചേർക്കും. പക്ഷെ ഞാൻ അവിടെ നിന്ന് പതുക്കെ അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കളി കിടക്കില്ലല്ലോ. അവസാനം ഞാൻ ലാസ്റ്റ് സ്കൂളിൽ ഇതായിരുന്നു. ഇവിടുന്നാണ് 10 പാസ്സായത്. ഇവിടെ 10 ഉണ്ടാ? ഇവിടെ 10 ഹൈസ്കൂളിലല്ലേ? ഇവിടെ നിന്ന് അങ്ങനെ പരിചയമില്ലാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. അല്ല, ഞാന് ആ തുരുത്തിന്റെ അവിടുന്ന് വരണേ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. അത് ആടേലും അതിന്റെ അടുത്തെല്ലാം ഉണ്ടല്ലോ മെഡിക്കൽ ഷോപ്പ്. അല്ല, അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. പക്ഷെ അത് ഒരു മെഡിക്കൽ സ്റ്റോറിലുള്ളൂ. അപ്പൊ തോന്നിയ വിലക്കാണ് എല്ലാം വെക്കണത്. നമ്മള് ന്യായമായ വിലക്കേ വെക്കും. അല്ല, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ രാഘവേട്ടനല്ലേ പറഞ്ഞു കേട്ടാ. അതാ ഞാൻ കസിനായ മരുന്ന് ഇങ്ങനെ പിന്നെ ഇതെല്ലാം എഴുതിയില്ല എന്റെ പുറത്ത്. എപ്പോഴാ കഴിക്കണ്ടെന്നൊക്കെ അറിയാം. കുറെ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിലെ പുറത്ത് എഴുതിയിട്ടുണ്ട്. എത്ര 200 ഉണ്ടായില്ലേ? ബാക്കിയുണ്ട്. ഇതാ ബാക്കി. ചില്ലറയുണ്ട്. 5 ഉണ്ട്. ₹20 ഇവിടെ കോട്ടയം. ഓക്കെ, വരണം. വരാ. വലിച്ചു വിട്ടോ, വലിച്ചോ. എന്നിട്ട് അവസാനം പറയണം മന്മഥേട്ടനാണ് എന്നെ വലിപ്പിച്ചതെന്ന്. ഇല്ലില്ല, അതുകൂടെ പറയണം. നീ പറയും, എനിക്കറിയാലോ. അയാൾ വീണല്ലോ. 5-6 പേര് വരട്ടെ, വന്നിട്ട് അങ്ങോട്ട് പോയല്ലേ നമ്മളെ തലയിലാവും. നമ്മളെ വണ്ടിയിൽ അതിൽ കൊണ്ടുപോയി കൂടെ? എടാ സുതി, വണ്ടിയിൽ നമ്മൾ എടുത്തോണ്ട് പോയ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടി വരും. നീ മിണ്ടായിക്ക്. ആരെങ്കിലും 5-6 പേര് വരട്ടെ. എന്താ നിങ്ങൾ എല്ലാവരും കൂടെ പിടിക്കാതെ ഒന്ന് ഇരുത്താണ്. ഇരുത്തിട്ട് വെള്ളം എടുക്കാൻ ഇതിപ്പോ ആളിന് ആർക്കെങ്കിലും പരിചയമുണ്ടോ? കടയില് അത് കാര്യം വണ്ടി വിളിക്കാരെങ്കിലും. കാറൊന്നും എടുക്കുവാൻ അങ്ങോട്ട് അതിന് പെട്രോൾ ഇല്ലാണ്ട് ഒതുക്കിയിട്ടൊക്കെയാണ്.
ഓട്ടോ പിടിക്കാം വേറെ വണ്ടി വിളിക്കാനല്ലേ വണ്ടി വിളിക്കും ചേട്ടാ വെള്ളം വെള്ളം ഒരു ഫോട്ടോ എടുക്കട്ടെ സുഹൃത്തുക്കളെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചേട്ടൻ ഇപ്പൊ കുറച്ചു മുന്നേ കച്ചേരി നടയിലുള്ള നൈസി മെഡിക്കൽസിന്റെ മുന്നില് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് അറിയില്ല, അത്രയ്ക്കും സീരിയസ് ആണ്. അപ്പൊ പരിചയക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇത് അദ്ദേഹത്തിന്റെ ബന്ധുക്കാരെ ആരെങ്കിലും അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് ബന്ധപ്പെടുകയോ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. അപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ മോർച്ചറിയിൽ ഒരുപാട് ബോഡികളാണ് അനാഥമായിട്ട് ഇങ്ങനെ കിടക്കണം, ആരും പേരും ഇല്ലാതെ. അപ്പൊ ഇത് കണ്ട് പരിചയമുള്ളവർ നിങ്ങൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. അദ്ദേഹത്തിന്റെ അവസ്ഥ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്, കാരണം അത്രയും സീരിയസ് ആണ് പുള്ളിയുടെ അവസ്ഥ. എന്തായാലും ഒരു പൗരന്റെ നിലയിൽ ഞാൻ എന്റെ കർത്തവ്യം അറിയിച്ചെന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം. എന്താണ് ഈ പറഞ്ഞത്? അത് അങ്ങനെ സീരിയസ് ഒന്നും ഇല്ല. അത് നീ പറഞ്ഞാൽ മതിയാ. അറ്റാക്കാണ് അറ്റാക്ക്. അവിടെ ആശുപത്രി എത്തൂല. മയമ്മാടെ പറയാ മയ എത്ര മയുള്ളൂ? ബാ എന്തായാലും നിന്റെ ആഗ്രഹം പോലെ കുഴിമന്തിയിൽ വന്ന് പെട്ടല്ലോ. ഇതല്ലേ പറഞ്ഞത്? ആ ഇരിക്കാം. പറയൂ. ആ സിന്ദഗി ഹോട്ടലാണ്. കുഴിമന്തി. അയ്യോ കുഴിമന്തി ഉണ്ടാവോ മോനെ? കുഴിമന്തി ഉണ്ടാവോ? ഉണ്ടോ? ഒരു പോയി നോക്ക്. ഒരു അഥവാ എത്ര രൂപ പറഞ്ഞേ? ഒരു 5 കുഴിമന്തി ഉണ്ടോ നോക്കിട്ടോ പാർസൽ. അപ്പൊ ഇപ്പൊ തിരിച്ചു വിളിക്കും. ഒന്ന് ഇപ്പൊ വിളിക്കാട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്ത് വിളിച്ചോളൂ. ശരി. ഇത്തിരി വെള്ളം കൊടുക്ക് സുധീഷേ, ഇവിടെ വെള്ളം കൊടുക്ക്. സാറെന്താ കുഴിമന്തി വെക്കാത്ത? ഞാൻ വൈഫിന്റെ ഒരു താല്പര്യത്തിൽ അങ്ങനെ വന്നാ, ഞാൻ കഴിക്കാറില്ല. സ്പെഷ്യലി മെയ്ഡാ. ശരി. നമ്മുടെ യമല്ല അബ്ബാസ് ആണ് ഇവിടെ പാചകം ചെയ്യണത്. ആര്? യമല്ല അബ്ബാസ്. അവിടെ കുറെ കാലം 18 കൊല്ലം അവിടെ പണിയെടുത്ത ആളാ. ഞാൻ കൂടെ പൊക്കി. ശമ്പളം നന്നായിട്ട് കൊടുക്കണം, എന്നാലും സാധനം നന്നായിട്ട് കിട്ടുമല്ലോ. കഴിക്കട്ടോ. എന്നാലും എന്താ വേണ്ടച്ചാ പറയണേ. അബ്ബാസേ യമലോതിക്ക് പെട്ടെന്ന് പോവാ. മോനെ എന്താ കുഴിമന്തിന്റെ കാര്യം ഉണ്ടോ? അപ്പൊ ഞാൻ ഒന്ന് വിളിക്കാം. മോനെ വെള്ളം കൊടുക്കും. ഹലോ. കുഴിമന്തി ഉണ്ട്. എത്ര? 5 എണ്ണം അല്ലേ? അപ്പൊ നിങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ആളെ കൊണ്ട് വിട്ടോളി. ശരി. അബ്ബാസേ 5 കുഴിമന്തി ഇട്ടോ പാർസലേ. എടാ അച്ഛനെ കാണുന്നില്ല, മരുന്ന് വാങ്ങാൻ പോയതാ. അത് കുഴപ്പമില്ല, ചിലപ്പോ ആരെങ്കിലായിട്ട് സംസാരിച്ചൊക്കെണ്ടാവും. എന്നാലും 2 മണിക്കൂറായില്ലേ? എനിക്ക് എന്തോ മനസ്സിനൊരു. ഞങ്ങളിപ്പോ എത്താം. വേഗം വരണേ. ശരി. എന്താ അമ്മയാണ് അച്ഛൻ മരുന്ന് മേടിക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ലാന്ന്. ആരെങ്കിലും പുറത്തു പോയ പിന്നെ അമ്മയ്ക്ക് ടെൻഷനാ. എന്തുപറ്റി ചാന്തു? എന്തുപറ്റി ചാന്ദിനി? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ വീണെന്നേ. ചാന്തു. ഹലോ. കുഴിമന്തി കഴിച്ചിട്ട് കഴിക്കും. ആൾക്കാർ കഴിച്ചല്ലേ? അവര് നോക്കിയെന്ന് അബ്ബാസിനോട് കാർ എടുക്കാൻ പറയും. ആശുപത്രി കൊണ്ടുപോലോ. ഒരു വണ്ടി വിളിക്കും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇതാ സിന്ദഗി ഹോട്ടലിൽ കുഴിമന്തി കഴിച്ചാണ് ചേച്ചിക്ക് ഇൻഫെക്ഷൻ ആയി. ഫുഡ് കിടക്കുകയാണ്. മുതലാളി ചേച്ചി കഴിച്ചോണ്ടിരിക്കുമ്പോൾ ബോധം മുതലാളി ഇതാണ് മുതലാളി. പെട്ടെന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ സംഭവിച്ചത്. ആൾക്കാരൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. കഴിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറ്റിയത്. സിന്ദഗി ഹോട്ടൽ
എടാ പ്യാജിയെ നീ കാള പറ്റുമെന്ന് അറിയുമ്പോഴേക്കും കയറെടുക്കല്ലേ. കാള പ്രസവിക്കോ ഇല്ലയെന്നൊന്ന് ആലോചിക്കേ. നീ വല്ല ഫോണിൽ അതും ഇതും കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടണ്ട. എനിക്കൊന്നും പറ്റിയിട്ടില്ലടാ. ഞാനേ ആ ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക മേടിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ BP ഒന്നും ലോ ആയിട്ട് ഞാൻ തലകറങ്ങി അവിടെ വീണു. നാട്ടുകാരെല്ലാരും കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എന്നെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ചേടാ ഞാൻ കണ്ണു മിഴിച്ചു നോക്കുമ്പോ ഉണ്ട് എന്റെ അപ്പുറത്ത് മകളും ഇപ്പുറത്ത് അമ്മയും. അവര് ഇതേമാതിരി ഫോണിലെ വിവരം അറിഞ്ഞ വഴിക്ക് ബോധം കെട്ടതാ. ഇല്ലില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം നമ്മളേക്ക് ഡിസ്ചാർജ് ആവാന്നാ പറഞ്ഞേക്കണേ. ഒരു BP ലോ ആയാലുണ്ടായ സംഭവങ്ങളെ. ഇയാള് പറഞ്ഞൊക്കെ നേരാണല്ലോ അല്ലേ? ഇയാളെന്താ പറഞ്ഞേ? ഇയാളെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷ്യവിശ്വാസമായിട്ടാണ് ഇവിടെ കിടക്കുന്നതല്ലേ പറഞ്ഞത്? സത്യതാണോ? BP കൂടിയിട്ടല്ലേ മോളെ? അല്ലേ? അതെ, ഡോക്ടർ പറഞ്ഞ അങ്ങ് അറിഞ്ഞു. അല്ലാതെ ഇതിപ്പേ ഇതിന്റെ നഷ്ടം മുഴുവൻ ഉണ്ടായത് എനിക്കാണ്. കഴിഞ്ഞ 10-20 കൊല്ലം ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ ആ ബിസിനസ് തുടങ്ങിയത്. ഇത്രയും കാലം ഒരു ചീത്തപ്പേര് എന്റെ ഹോട്ടലിൽ ഉണ്ടായില്ല. ഇന്നത്തോടെ അതൊക്കെ കഴിച്ചു. ചേട്ടാ നിങ്ങൾ എന്താ ഈ പറയണേ? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണ എന്റെ ഭാര്യ തലകറങ്ങി വീണ പിന്നെ ഞാൻ എന്താ പറയാ? അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അത് ഇതുകൊണ്ടാണ് സംഭവിച്ചത്. നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലെ, എനിക്ക് അങ്ങനെ തോന്നി. അല്ലാതെ എങ്ങനെ വേറെ എന്താ എനിക്ക് തോന്നേണ്ടത്? സത്യത്തിൽ ഇപ്പൊ അവിടെ അത് പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ ബഹളം ഉണ്ടാക്കി. വേറെ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. അത് മാത്രല്ല ഉണ്ടായത്. ഒരാള് വീഡിയോ എടുക്കണ നിങ്ങൾ കണ്ടിരുന്നോ? അയാൾ വീഡിയോയിൽ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാക്കി. എന്റെ ഹോട്ടലിൽ കുഴിമന്തി കഴിക്കുമ്പോ ഭക്ഷ്യവിഷബാധയായിട്ട് ഒരു പെണ്ണ് മരിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഹോസ്പിറ്റലാക്കി എന്ന് പറഞ്ഞിട്ട്. അതിന് ചേട്ടൻ ആൾക്കാർ എന്റെ ഹോട്ടൽ കണ്ട് തല്ലി പൊളിച്ച് ഇന്നെ ഓരോരുത്തർ കൈകാര്യം ചെയ്ത്. അത് ഇത്ര വലിയ വിഷയം മാറുകയോ? ഇനി വിഷയമാണ്ട് ആ ഹോട്ടലിലെ കാര്യം നിങ്ങൾ വന്ന് പോയി കണ്ടു നോക്കിപ്പോ. അല്ല, അതിപ്പോ ഇത് ഫോണിൽ വിട്ടോനെ കാരണല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അത് കണ്ടിട്ടല്ലേ മോള് തലകറങ്ങി വീണ്. അല്ലാണ്ട് ഇവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കുണ്ടായ നഷ്ടത്തിന് ആരും നഷ്ടപരിഹാരം തരും? ചേട്ടാ, ഈ കിടക്കണ എന്റെ ഭാര്യയാണ്. അതെന്റെ ഭാര്യയുടെ അമ്മയാണ്. ഞങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചത് അച്ഛൻ വീണ് കിടക്കുമ്പോ അത് ഫോട്ടോ എടുത്തിട്ട് ഓഡിയോ ഇട്ടിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അവനാണ് ആദ്യം പൊക്കേണ്ടത്. അവനെ പൊക്കണം. അവനെ പൊക്ക നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ പറഞ്ഞേട്ടാ, ഞാനും വരാം. നിങ്ങളുടെ വീഡിയോ ഇട്ടോനും പിടിക്കാം, ഈ അച്ഛന്റെ വീഡിയോ ഇട്ടോനും പിടിക്കാം. രണ്ടുപേരും പൊക്കാം നമുക്ക്. അതെ, എന്റെ ഫോട്ടോ ഇട്ടിട്ട് വോയിസ് വിട്ടോല്ലേ, അവൻ ആരാന്ന് ചിലപ്പോ ആ മെഡിക്കൽ സ്റ്റോറിലെ രാഘവേട്ടനെ അറിയായിരിക്കും. അയാളൊന്ന് കണ്ട ഇവൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചേട്ടാ, അവനെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും, അത് ഉറപ്പാ. അവനൊന്ന് കയ്യിൽ കിട്ടട്ടെ. ഞങ്ങള് ഇപ്പൊ അതിനെ പറ്റിയൊരു മാനസികാവസ്ഥ അല്ല. ഒന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം മനസ്സിലാവും. നിങ്ങൾ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടേ എന്റെ ഹോട്ടലിലേക്ക് വന്നോളൂ. ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ വന്നോളാം ചേട്ടാ. പാവ മനുഷ്യൻ. ഇവിടെ ഭക്ഷ്യവിശ്വാസമല്ലേ? അല്ല, BP കൂടിയതല്ലേ? ഓ ശരി. അപ്പൊ ആ അമ്മക്ക് എന്ത് പ്രശ്നം? BP കുറഞ്ഞതാ. BP കുറഞ്ഞത്? നിങ്ങൾ ഫാമിലി അല്ലേ? അതെ അതെ. ഇവിടെ കൂടി അവിടെ കുറഞ്ഞു. അപ്പൊ കൂടിയെടുത്ത് കുറഞ്ഞെടുത്ത് കൊടുത്താ പോരെ? പോരെ, പിന്നെന്തുകൊണ്ട്? നിൽക്കൂല അതിനൊന്നും. ഇത്രമാര് ചെയ്തു വെച്ച് പോണ ഓരോ കാര്യങ്ങൾ ഒരു വിവരവും വിവേകമില്ലാത്തവന്മാര് എന്താ കാര്യം കൂടി അറിയാണ്ട് വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടും. ഇപ്പൊ അയാളുടെ ഹോട്ടൽ തല്ലി പൊളിച്ചെന്നാ പറയണേ. അത് വേറൊരുത്തൻ. എന്ത് ചെയ്യും ദൈവമേ, ഇവന്മാരൊക്കെ കത്തിച്ച് കളയണം കേട്ടോ. മറിമായം പേടിച്ചു പോയല്ലേ ഞാൻ. എന്തിന്? എന്താ വന്നേ? ഒന്ന് മേക്ക് ഓവർ ആക്കണം. അയ്യോ, മുടി ഒന്ന് വെട്ടിത്തരണെന്ന്. മുടി വെട്ടണ? അങ്ങനത്തെ വെട്ടല്ല. ഈ ഭാഗത്ത് മൊത്തം വെട്ട, ഈ ഭാഗത്ത് മൊത്തം വെട്ട. 3 കീറ്റിങ് കൂട്ടി 3 കീറ്റിങ് കൂട്ടും. നമ്മളെ സൂര്യനെ പോലെ. ഇപ്പിയോ ക്രോപ്പോ? ഇപ്പിയും ക്രോപ്പല്ല, അത് പഴയ സ്റ്റൈലല്ലേ, ഒരു നൂതന സ്റ്റൈല്. അത് ഈട ഒരു 3 കളറായിക്കോട്ടെ, പച്ച മഞ്ഞ ചോപ്പ്, പിന്നെ ഇവിടെ സ്പൈക്ക്. അത്രേ ഉള്ളൂ, ചെറിയ പണി. അത് ചെയ്തു തന്നെ പെട്ടെന്ന്. ഒരു സ്റ്റൈല് മാറ്റി പിടിക്കാലോ രാവട്ടാ. നീ വന്നേ, ഇങ്ങ പുറത്തേക്ക് വാ. ആഹാ, സെറ്റപ്പ് പുറത്താക്കിയാ. അത് നല്ല എന്നെ വാ. ഇത് കണ്ടാ നീ? നോക്കട്ടെ. ആ തോട് എന്താ ചോരുന്നുണ്ടാ? ഈ പറഞ്ഞ കട്ടും ഈ കടയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ നായിയേ? എന്ത് രാഘോട്ടെങ്കിൽ പറയുന്നത്? രണ്ടും 2 കട്ടല്ലേ. എന്റെ ഒരു ന്യൂ ജെൻ ആക്കാനാണല്ലേ പറയുന്നത് രാഘോട്ട. ഓപ്പൺ കണ്ണം സ്റ്റൈൽ അറിയോ? ആ സ്റ്റൈൽ അറിയില്ല? എനക്ക് ഒന്നും അറിയില്ലടാ രാഘോട്ടാ. ഇനി അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ ന്യൂ ജെൻ ആവണം. നീ ഒഴിക്ക പാടാണ്. കേട്ടോ ഏടിയാണ്
ഞാനിവിടെ നിൽക്കല്ലേ, ഞാൻ പാലക്കാടിലുണ്ടാലേ. ആടെ നമ്മള് ഈറ്റ വെട്ടും പോവും, അത് ഞാൻ മരം പിടിക്കും പോവും. ഈറ്റ നമ്മൾ ഈ പുലിയും നരിയും എല്ലാം ഉണ്ടാവില്ലേ, അതിന്റെ ഉള്ളിൽ കുടിമ്പോൾ വളരെ സ്മൂത്ത് ആയി ഈറ്റയും മുട്ടിയും വിളി. അവിടെ ചീറ്റപ്പുലി ഉണ്ടാ? ഈറ്റപ്പുലിയല്ലടാ. ഈറ്റപ്പുലി അല്ലാണ്ട് പിന്നെ ചീറ്റന്നല്ലേ പറയാ? ഈറ്റപ്പുലിയല്ല, തീറ്റപ്പുലിയാന്ന്. ചീറ്റപ്പുലി രാഘവട്ടെ നിങ്ങൾ നിന്നായത്. നിങ്ങളുടെ പുലിന്റെ കാര്യം പറയാൻ പറ്റില്ല, നീ എന്തിനാ വന്നത്? ഞാൻ ഒരേലെ കക്കൂസിൽ സൂച്ചിട്ടാല് അടുക്കളയിൽ കത്തും, അടുക്കളയിൽ സൂച്ചിട്ടാ പടിഞ്ഞാറ്റാത്ത പടിഞ്ഞാറ്റാത്തിട്ടാലോ വയ്യപ്പുറത്ത് കോനാ കത്തും. അതിനെന്തിട്ട്? അതിനെന്തിന്റെ പ്രശ്നം എന്തിട്ട്? എടാ നീ പടിഞ്ഞാറ്റ് ഇട്ട് കഴിഞ്ഞാല് അടുക്കളി കത്തും, അടുക്കള ഇട്ടാല് ബെഡ്റൂം കത്തും, ഏടെയും കാറ്റ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. പിന്നെന്തിന്റെ എന്തിനാ നന്നാക്കുന്നു? ആനങ്ങാണ്ട് ഇക്കങ്ങയ്യ പ്രായമുള്ളിലുണ്ട് പൊരയില്, പൊരയാൻ കത്തിപ്പോലെ എപ്പട്. അല്ലാണ്ട് പിന്നെ നമ്മള് ബേബി ഇല്ലേ, ഇലക്ട്രീഷ്യൻ ബേബി, മൂപ്പരെ തപ്പി ഇറങ്ങിയതാ. ബേബീനെ അതിന്റെ ബേബി പണി നിർത്തിയാ? ബേബി മരിച്ചോന്ന് അറിയിച്ചത് നീ? മരിച്ചോയാ? എന്താ ബേബിക്ക് മരിച്ചൂടെ? എന്നിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാനായിടെയും കണ്ടിട്ടില്ലല്ലോ. ഈ ബേബിന്റെ മരണ വാർത്ത ഞാനായിട്ടിനി. അതിന്റെ അടിയിൽ കുറെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റും, ഗുഡ് ആഫ്റ്റർനൂണും, പിന്നെ ഏതെങ്കിലും അമ്മായിരും അമ്മാന്റെ മക്കളെ ബർത്ത്ഡേ, പിന്നെ ബർത്ത്ഡേ കേക്ക്, അതിന്റെ ആശംസ, ഒന്നും നാനാവിധ ഇതിനെ മുങ്ങ് മൂടിക്കളും, മരണ വാർത്ത മൂടിക്കളും. മന്മദേട്ടൻ ഗുഡ് മോർണിംഗ്, സുഗുദേട്ടൻ ഗുഡ് മോർണിംഗ്, ഇത് കണ്ടമാനം ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടാ. അമ്മേ, നിന്റെ അമ്മയും ഗുഡ് മോർണിംഗ് കിട്ടല്ലേ? എല്ലാം ഇതാ ബേബിയേട്ടന്റെ ഫോട്ടോ. എന്റെ മനെ, എന്നാലും വല്ലാത്തൊരു പോക്കായി പോയിട്ടാ. ആരത്? ഞാനാടോ സുഗതനാ. മുഖത്തടിക്കല്ലടോ. എന്താടോ അന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ, എന്താ പറ്റി? ഒന്നും പറയണ്ടോ തോന്നാ, ഈ കുന്ത്രാണ്ടം മരിച്ചു. കേടുവന്നാ? എങ്ങനെ? കാലത്ത് ഞാൻ ഈ കാലില് മറ്റേ കുഴമ്പിട്ടേ പിന്നെ ആ കൈ കൊണ്ട് അത് എടുത്തപ്പോൾ അത് നിലത്ത് വീണേ പിന്നെ ഓലനക്കമില്ല. വെറുതെ അല്ല, ഞാൻ രാവിലെ ഗ്രൂപ്പില് നോക്കി, ആ പലരുടെ എല്ലാം മെസ്സേജ് ഉണ്ട്, പക്ഷെ എന്റെ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഒന്നും കാണാനില്ല. ചെറുക്കനിപ്പോൾ വിളിക്കുവേ, ഓ അവൻ വിളിക്കുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാളെ ഇനി അതിനും കൂടെ ഞാൻ കേൾക്കാം. വിളിച്ചാലും ഒന്നുമില്ല, വിളിച്ചിട്ട് കുറേ ഉപദേശിക്കും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോരുത്, ഇവിടെ ഇരിക്കണം, അതൊക്കെ തന്നെ. ഒരു കണക്കിന് അത് മരിച്ചത് നന്നായിന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ സലാമിന്റെ കട കൊണ്ടുപോയിട്ട് എന്താ പറ്റിയെന്നൊന്ന് നോക്കാം. ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഇടാൻ പറ്റാത്തോണ്ടൊരു എന്തോ ഒരു വല്ലായികേടോ. അതെന്താ പറ്റിയെന്നേ ഞാൻ ഗ്രൂപ്പിലിടാ. അല്ല അത് വേണ്ട, ഇനിയിപ്പോ നാളെ ഇത് ശരിയാക്കിയിട്ട് ഞാനങ്ങ് ഇട്ടാ പോരെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മന്മഥന്റെ കാലിൽ ഇന്നലെ കല്ലിലെ തട്ടി എന്ന് പറഞ്ഞില്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും ഇടാത്തത് അവന്റെ ഫോണിന് ചെറിയൊരു പ്രശ്നമാണ്, അതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് എന്തായാലും ഇട്ടല്ലോ. നമ്മുടെ ക്ലബില്ലേ യുവതാര, അതും കൂടെ ഒന്നിട്ടോ. നീ പറഞ്ഞോ, എന്റെ ഫോൺ കേടാണ്, പറഞ്ഞോ. പ്രിയമുള്ളവരെ, ഞാൻ മന്മഥനാണേ. എൻ്റെ ഫോണ് കേടായതുകൊണ്ടാണ് ഇപ്പം ഈ സുഗതൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഈ കാര്യം പറയുന്നത്. എൻ്റെ ഫോൺ നിലത്ത് വീണിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മെസ്സേജ് ഒന്നും ഇടാത്തത്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. നാളെ എൻ്റെ ഫോൺ ശരിയാക്കിയിട്ട് ഞാൻ മെസ്സേജ് ഇടുന്നതാണ് കേട്ടോ. ഇപ്പൊ സത്യമായല്ലോ, ഇപ്പൊ എന്തോ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. അല്ല കോയക്ക, നിങ്ങളുടെ വീട്ടിന് മുമ്പിലേക്കുള്ള സ്ലാബ് ഇടൽ എന്തായി? ശരിക്കും പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പിന്റെ എന്റെ നേർക്കുള്ള ഗൂഢാലോചന സുഖത്. അല്ല, എനിക്ക് തിരിയാത്ത അതല്ല, നിങ്ങൾക്ക് എതിരെ കൂടാലോചന നടത്തിട്ട് ഓർക്ക് എന്ത് കാര്യം? അപ്പൊ അതല്ല ഈ പറഞ്ഞ. ഇതിപ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ പല കാര്യത്തിലും ഈ നേതാക്കന്മാര് വരുമ്പോ എന്റെ മുണ്ടിന്റെ മടക്കുത്ത് അയച്ചിടലോ എനിക്കലോ ഇല്ല. കാരണം ഓരെന്റെ കുടുംബം നോക്കണില്ല. അപ്പൊ അവിടെ മുതൽ അങ്ങോട്ട് പിടിക്കാണ് എന്നോട് നേരെയുള്ള ഗൂഢാലോചന. ഇതൊന്നിപ്പോ അമ്മക്ക് അറിയാത്തല്ല സുഖം. കുറച്ച് വെള്ളം തന്നെ എടുത്ത
എന്താ മെമ്പറപ്പ ഇങ്ങള് കാട്ടിക്കൂട്ടിയത്? അല്ല ഇങ്ങള് ഈ ആയുർവേദ ആശുപത്രിന്ന് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കണ കാര്യം എന്താ എന്നെ അറിയിക്കാഞ്ഞ്? എന്താപ്പൊന്ന് വരാതിരുന്ന അങ്ങോട്ട്? വരാ പറഞ്ഞ ഞങ്ങളുണ്ടപ്പ എന്നോട് പറഞ്ഞേക്കണേ, പറഞ്ഞിണ്ടോ? ഒന്ന് പോട. ഒരു കാര്യം പറയാമുണ്ടോ എന്റെ ഇടയിൽ കൂടെ? ദിക്ക് നേരമുള്ള ഗൂഢാലോചനയോ? ഇത് നേവിക്കാരുടെ ഗൂഢാലോചന. ഇത് ഒരു വർത്താനം പറഞ്ഞതിന്റെ ഇടയിൽ ഞാൻ പല തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യപ്പെട്ടൊരു കാര്യം വരുമ്പോ അപ്പ വിടും നേവി. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇക്കെതിരുള്ള ഗൂഢാലോചന പലവും ഉണ്ട്. അത് മരുങ്ങളാവരുത് മെമ്പറെ. എന്താ ഞാൻ ചെയ്തേ? അതാ പറഞ്ഞ ആയുർവേദ മരുന്ന് ഫ്രീ ആയിട്ട് അവിടുന്ന് കൊടുക്കണ്ട്. വട്ടച്ചൊറിയുള്ളതാണ്. ഇത്തിരി മരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപകാരമായിരുന്നു. നമ്മുടെ വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതില് മെസ്സേജ് വിട്ടിരുന്നല്ലോ. ഓ, വാർഡിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അല്ല, ഇതിപ്പോ നിങ്ങൾ എന്താ പറയണേ? എനിക്കിപ്പോ ആരോടും ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ കാര്യമില്ലല്ലോ. ഞാൻ ഇവിടുത്തെ മെമ്പർ അല്ലേ. ഉണ്ടാവും വ്യക്തിവൈരാഗ്യം നിങ്ങൾക്ക് എന്നോടുണ്ടാവും. ഞാൻ കോട്ട് ചെയ്യണില്ലല്ലോ. ഏത് വോട്ട് ചെയ്തില്ലേ? എന്തിനാ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ? ഞങ്ങൾക്കല്ല ആർക്കും വോട്ട് ചെയ്യണില്ല. നന്നായി. ഇപ്പൊ നിങ്ങള് ഒരു ഗുണമില്ലാത്ത ആൾക്കാർക്ക് ഇത് നോക്കിട്ട് കണ്ടോ? ആശുപത്രി വരണം എന്നുള്ള മെസ്സേജ് കണ്ടോ? ഇട്ടുണ്ട്. അതൊക്കെ ഇട്ട് നിങ്ങൾ അതിന്റെ ചോടൊന്ന് നോക്കും. ഒരു 10,100,000 ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റാണ് ആ കിടക്കണത്. പിന്നെ ഇതൊക്കെ ചകഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പെട്ട ഇത് കാണപ്പോ ആർക്കപ്പെടാൻ സൗകര്യമുള്ളത്? ആൾക്കാര് ഗുഡ് മോർണിംഗ് കിട്ടില്ല, നേരം കുഴപ്പമില്ല എന്നുള്ള ധാരണയിലാണ് ആൾക്കാർ. അല്ല, പിന്നെ അറിയിച്ചില്ല എന്ന് പറയണതിനോട് എനിക്ക് യോജിപ്പില്ല. അത്രയും ഞാൻ പറഞ്ഞോളൂ. അറിയിക്കാൻ തീർച്ചയായിട്ടും അറിയിക്കല് അതന്നെ. അപ്പൊ ഇതിപ്പോ എന്തായാലും ഞാൻ അറിയിച്ചതാണ്. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ. ഭയങ്കര കഥയില്ലേ ഞാൻ. ജേടായിരുന്നു ഇജ്ജിപ്പോ എടുക്കാവണ്? ഞാൻ നമ്മളെ ബേബിയില്ലേ ഇലക്ട്രീഷ്യൻ, മൂപ്പര് മരിച്ചില്ലേ, വീട്ടിൽ പോവാ. ആ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിരുന്ന് പറയുന്നത്. ഇതിന്റെ അകത്താണെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പിറന്നാളല്ലേ ഉള്ളൂ. ഇത് അറിഞ്ഞിട്ടില്ല. കേട്ടോക്ക് മെമ്പർ ഞങ്ങളേത് പറഞ്ഞു കേട്ടോ. ഞാൻ അപ്പൊ അത് കാര്യം പറഞ്ഞ നാക്കുങ്ങളുടെ ഉള്ളിൽ കിട്ടില്ല. അത് ശരി. ഈ കാര്യമാണ് ഇപ്പൊ ഞങ്ങളും പറഞ്ഞത്. ഏത് നമുക്ക് പറയാം, അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊന്നും ഇനി ഇടരുതെന്ന്. എന്നാ ശരി. പോയിട്ട് ശരിയേ? അപ്പൊ നമുക്ക് പരിഹരിക്കാട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് കേക്കണ്ടോ നിങ്ങള്? ഇത് മൂപ്പര വേറൊരു ഗൂഢാലോചനയാണ്. പരിഹരിക്കാൻ പറഞ്ഞില്ലേ? ഒരു പറയൽ തന്നെ ഉള്ളത്. പരിഹരിക്കൊന്നുമില്ല. ഇവരിപ്പോ 4ാമത്തെ കാര്യമാണ് പരിഹരിക്കാൻ പറഞ്ഞ് നടക്കാതെ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതൊന്ന് പരിഹരിക്കട്ടെ. ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ നമുക്കും പറയാലോ. എന്തേ? പ്രധാനപ്പെട്ട ആളല്ലേ? അതാ പറഞ്ഞത്. ഹലോ, ഇത് നമ്മുടെ വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട കാര്യം മെസ്സേജായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചോട ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരും കുറെ ആൾക്കാർ. അത്യാവശ്യം കാര്യങ്ങൾ അറിയാനാണ് ഇപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അത് നോക്കിക്കോളി. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അങ്ങോട്ട് പൊളിയും. ഇല്ലെങ്കിൽ ഞാൻ പൊളിക്കും. അതുണ്ടാവുക. ഏത് പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങളെ കേട്ടോളി വേണമെങ്കിൽ. ഏത് ആണ്ടാ പോട്ടെ. മൂപ്പരൊന്നും പറയണ്ട. നമ്മള് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ഞാൻ എന്ത് ചെയ്യിച്ചുണ്ടോ? നമ്മുടെ ഈ വാർഡിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ അങ്ങോട്ട് വിടും. ഏത് മറിമായം